മായ. വാ ഇരിക്കി. ഞാൻ നിന്റെ കാര്യം ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ആരോടാ രാവിലെ? ഓ, ആ ക്ലബിൽ നിന്ന് വിളിച്ചിരുന്നു. നാളെ കാണാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. മാഡം എഗ്രി ചെയ്തത് കൊണ്ടാ ഞാനും സമ്മതിച്ചത്. അതിനെന്താ, നമുക്കെല്ലാം ഭംഗിയാക്കാന്നേ. ദേ നേരം താമസിച്ചു, ഞാൻ ഇറങ്ങട്ടെ. ദേ പുള്ളിക്കാരൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താ രണ്ടുപേരുമായി രാവിലെ? നമ്മുടെ ക്ലബിന്റെ പ്രതിമാസ പരിപാടിയെ പറ്റി സംസാരിക്കുകയായിരുന്നു സാർ. അതെ, നമ്മുടെ അടുത്ത മാസത്തെ പ്രോഗ്രാം എന്തോ പ്ലാൻ ചെയ്യുന്നുവെന്ന് കേട്ടു. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ട് വിശദ വിവരങ്ങളൊന്നും അറിയാനും കഴിഞ്ഞില്ല. എന്താ നിങ്ങളുടെ പ്ലാൻ? ഇത്തവണ ഒരു ചർച്ചയാ സംഘടിപ്പിക്കുന്നത്. ആ, അത് നല്ല കാര്യം. ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? അതെ, അതാ ഞങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നത്. എല്ലാ മാസവും എല്ലാരും കൃത്യമായി ഒത്തുകൂടും. അല്പം കൊച്ചു വർത്തമാനം, മാസവരി പിരിവ്, കാപ്പികുടി, അവിടെ കഴിഞ്ഞു എല്ലാം. എല്ലാത്തിനും ഒരു മാറ്റം. അതെ, തീർച്ചയായും. ഇതൊക്കെ എത്ര കാലമായി ഞങ്ങൾ പറയുന്നതാ. നിങ്ങൾ വനിതകൾ അറ്റ്ലീസ്റ്റ് വല്ലപ്പോഴും ഒന്ന് വിളിച്ച് സംസാരിക്കെങ്കിലും വേണ്ടേ? അങ്ങനെ പറയണ്ട. ഞങ്ങൾ എല്ലാ ദിവസവും മെസ്സേജുകൾ അയക്കുന്നുണ്ടല്ലോ, അല്ലേ മായേ? പിന്നല്ലേ. അതെ അതെ, ഞങ്ങളും കാണുന്നുണ്ട് എല്ലാ ദിവസവും. ഒരിടത്തെ മാലിന്യങ്ങൾ മുഴുവൻ പെറുക്കിയെടുത്ത് നേരെ അയൽക്കാരന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പരിപാടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളിത് ചെയ്തില്ലെങ്കിലും സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും കേട്ടോ. അതല്ല വേണ്ടത്. സന്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി അയച്ചാലെന്താ? അവ നമ്മുടേതാകട്ടെ. നമ്മുടെ അറിവുകൾ, കഴിവുകൾ, വിനോദങ്ങൾ അവ കൂട്ടുകാരുമായി പങ്കിടുവാൻ കൂടിയാവട്ടെ വരും ദിനങ്ങൾ. ഇപ്പോൾ എന്തായാലും സമയമില്ലെന്ന് ആരും പരാതി പറയില്ലല്ലോ. നിങ്ങൾ ആലോചിക്കുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതെ, തീർച്ചയായും സാർ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാവും ഇത്തവണത്തെ നമ്മുടെ പ്രോഗ്രാം. സാർ കണ്ടോളൂ. നല്ല കാര്യം, നടക്കട്ടെ. സന്തോഷം. മാഡം പറഞ്ഞതുപോലെ എല്ലാം ഇതിലുണ്ട്. നമുക്ക് വൈകുന്നേരം കാണാം. എടോ, ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും പറഞ്ഞില്ല. പറയൂ, കേൾക്കട്ടെ. ആരാ ഇത്തവണത്തെ ഗസ്റ്റ്? ആരുമില്ല. അതെന്താ? അതല്ലേ രസം. ഈ ചർച്ച ഞാൻ തന്നെ കണ്ടക്ട് ചെയ്താൽ മതിയെന്ന എല്ലാവരുടെയും ഒരേ നിർബന്ധം. അത് മതിയെന്ന് പ്രസിഡന്റും. അത് ശരി. അപ്പോൾ അങ്ങനെ വരട്ടെ. നല്ല കാര്യം. നമ്മുടെ ക്ലബിന്റെ പ്രോഗ്രാം അല്ലേ ചേട്ടാ, ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അത് പറ്റില്ല. എന്തായാലും എന്റെ വക അഡ്വാൻസ് ആശംസകൾ. കളിയായിട്ടാണോ? അങ്ങനെ തോന്നിയോ? സത്യമായിട്ടും അല്ലേ അല്ല. അതിരിക്കട്ടെ. എന്താ ചർച്ചാ വിഷയം? യുവതലമുറയും മാറിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയും. ടൈറ്റിൽ എങ്ങനെയുണ്ട്? എന്താ ആലോചിക്കുന്നേ? വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ എടോ, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ വിഷയം നീ കൈകാര്യം ചെയ്താൽ എവിടെയാവും എത്തിച്ചേരുക എന്ന്. അതെന്താ? ഒന്നുമില്ല. അല്ല, ഞാൻ ചെറിയൊരു സംശയം പ്രകടിപ്പിച്ചു, അത്രേ ഉള്ളൂ. ആദ്യം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കണം ചേട്ടാ. സമ്മതിച്ചു. മാലു, തൽക്കാലം ഒരു കാര്യം ചെയ്യും. എന്താ വേണ്ടത്? എടോ, ഇതിനു വേണ്ടേ വല്ലപ്പോഴും ഒരു വിശ്രമം? അതൊന്നും പറ്റില്ല. എടോ, ഉപദേശം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വളരെ എളുപ്പമാണ്, സ്വന്തമായി നടപ്പിലാക്കാനാ ബുദ്ധിമുട്ട്. ഓ, അവളായിരിക്കും സന്ധ്യ. ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മമ്മി വിശക്കുന്നു. മോളെ, അമ്മ അല്പം തിരക്കില്ല. അത് കൊള്ളാം. ഇന്നെന്താ പരിപാടി? ഗവേഷണം. കണ്ടില്ലേ? യുവാക്കളും സോഷ്യൽ മീഡിയയും. മനസ്സിലായില്ല. ഇന്നത്തെ കാര്യവും പോക്ക. തൽക്കാലം ഓൺലൈൻ വല്ലതും നോക്കുന്നതാ ഉചിതം. മമ്മി എന്താണ് കിടന്ന് ഒച്ച വെക്കുന്നത്? എടോ, നമുക്ക് വിഷയം ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? ഓൺലൈൻ ഫുഡ് ആൻഡ് ട്രഡീഷണൽ ഫുഡ് എങ്ങനെയുണ്ട്? ഒന്ന് പോയെ. എടാ, സർവന്റ് ഇന്നും വന്നില്ല. അച്ഛൻ പറഞ്ഞത് ശരിയാ. നീ ആ മൊബൈൽ എടുത്ത് എന്തെങ്കിലും ഓർഡർ കൊടുക്ക്. അച്ഛൻ എന്താ വേണ്ടെന്ന് ചോദിക്ക്. എനിക്ക് നെയ്റോസ്റ്റ് മതി കേട്ടോ.
എന്നാലും എൻ്റെ മമ്മി കഷ്ടമുണ്ട് കേട്ടോ. ആകെ കൂടെ ആഴ്ചയിൽ ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുന്നത്. ഇനി അതും കൂടി ഇങ്ങനെ ആയാ? എടാ, അമ്മയ്ക്ക് 1-2 സെമിനാറുകളുണ്ട്. ദേ, നീ ഒന്ന് ചെന്നേ. പറഞ്ഞതുപോലെ വേഗം എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ നോക്ക്. മമ്മി കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓ, ഞാൻ ഓർക്കുന്നില്ല. ഓർത്തു നോക്ക്. അതെ, ഈടെ ഇറങ്ങിയ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റിയാ. എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ചു പറ. ദേ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കൊള്ളാം, അത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്തായാലും മമ്മി അതിഷ്ടപ്പെടും, തീർച്ച. മമ്മി ഓർക്കുന്നില്ലേ ആ നോളജ് ബാങ്ക്? ഓ, അതാണോ വലിയ കാര്യം? പോ അവിടുന്ന്. ഗൂഗിൾ ചെയ്താൽ കിട്ടാത്ത എന്ത് നോളജാ ഇന്നുള്ളത്? മമ്മി ഇത് അതല്ലെന്ന്, സംഗതി വേറെ. ഈടെ ലോഞ്ച് ചെയ്തതേ ഉള്ളൂ. ഇൻസ്റ്റോൾ നോളജ് ഡയറക്ട്ലി ഇൻ ടു ഹ്യൂമൻ ബ്രെയിൻ. എന്ന് വെച്ചാ? മമ്മി, അതായത് വിവരങ്ങൾ, പുതിയ പുതിയ അറിവുകൾ തലച്ചോറിലേക്ക് യാന്ത്രികമായി എത്തിക്കുന്ന ഒരു സംവിധാനം. മനസ്സിലായോ? നീ അതൊന്നുകൂടി പറഞ്ഞേ. അതായത് നിനക്കിനി പഠിക്കാൻ പോകാൻ വയ്യ എന്നർത്ഥം. നിങ്ങൾക്കല്ലെങ്കിൽ എല്ലാം ഒരു തമാശയാണല്ലോ. നീ പറയ്, കേക്കട്ടെ. അയ്യോ എൻ്റെ മമ്മി, മമ്മിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആ ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് തരാം. ശരി, നമുക്കതേപ്പറ്റി ഒന്ന് ആലോചിച്ചാലോ? ഓ, ട്യൂഷനെന്നും മറ്റും പറഞ്ഞ് എത്രമാത്രം പണവും സമയം വെറുതെ കളയുന്നത്. അങ്ങനെ പുസ്തകങ്ങളോടും വിടാ. ഇനി എന്തൊക്കെ കാണണം? ആ, നീ പറയുന്നത് ആ ബൈജൂസ് ആപ്പാണോ? ഏയ്, അതൊന്നുമല്ല. എന്തായാലും ഇതും എന്തോ ഒരു ആപ്പ. എന്റെ മനുഷ്യ, നിങ്ങൾ കളിതമാശ കളഞ്ഞിട്ട് കാര്യത്തിലേക്ക് വാ. എന്തായാലും ഇതൊന്ന് ശരിയാക്കിയിട്ട് വേണം എനിക്ക് ക്ലബിലും ഈ കോളനിയിലും ഒന്ന് വിലസാൻ. വരട്ടെ, ധൃതിപ്പെടാതെ മമ്മി. അച്ഛൻ എന്തു പറയുന്നു? ഞാൻ എന്ത് പറയാം മോളെ? നമുക്കതൊന്ന് നോക്കിയാലോ? നിനക്കെന്താ വട്ടുണ്ടോ? എന്റെ മാലു, നീ ഏത് ലോകത്താ? പിള്ളേർ വല്ലതും പറഞ്ഞത് കരുതി? പിള്ളേരോ? ഞാനോ? അച്ഛാ. ആ ശരി, തനിക്കിപ്പോ എന്തു വേണം? പഠിക്കാൻ വയ്യ, പരീക്ഷകൾ പാസ്സാവണം, തരപ്പെടുമെങ്കിൽ ഒരു ജോലി, അത്രയല്ലോ വേണ്ടൂ. ആ, ഇതാ വന്നല്ലോ പറ്റിയാൾ. ചോദിക്ക്. എന്താണ് പ്രശ്നം? എല്ലാവരും കൂടി ഒരു ചർച്ച. സുധീഷേ, ഇവിടെ ഞങ്ങൾക്കൊരു പ്രശ്നം. വേണ്ട, ഞാൻ തന്നെ അവതരിപ്പിക്കാം. മോൾ ലിസിക്ക് മെനക്കെട്ടിരുന്ന് പഠിക്കാനൊന്നും മേല, എന്നാൽ പരീക്ഷകളൊക്കെ ജയിക്കുകയും വേണം. എന്തെങ്കിലും ഒരു എളുപ്പ വഴി. അല്ല, സുധീഷ് വിചാരിച്ചാൽ എന്തെങ്കിലും. അത് ശരി. അപ്പോ അങ്ങനെയായോ? ഇപ്പോ സാറും തുടങ്ങിയോ? അതെന്താ സുധീഷേ അങ്ങനെ? ദേ, ചേച്ചിയോട് തന്നെ ചോദിക്കണം. ചേട്ടന് കാര്യം പിടികിട്ടിയില്ലേ? ഇല്ലെന്നേ. നിങ്ങൾ എന്തോന്ന് വെച്ചാ പറയൂ. ചേട്ടൻ അറിഞ്ഞതല്ലേ ആ മാർക്ക് തട്ടിപ്പ് കേസ്? അയ്യോ, അങ്ങനെയൊന്നും വേണ്ട. അതൊക്കെ വലിയ റിസ്ക് ഉള്ള പണിയാ. എപ്പോൾ അകത്തായി എന്ന് നോക്കിയാൽ മതി. അയ്യോ ചേട്ടാ, അങ്ങനെയൊന്നും ചെയ്യാനല്ല. പിന്നെന്താ? എന്റെ സാറേ, ഞങ്ങളുടെ ഓഫീസിലെ ഒരാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ അകത്തായ ശേഷം ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ കഴിയാതായി. എന്റെ സുധീഷേ, ഇതൊക്കെ വെറുതെ ഒരു തമാശക്ക് പറയുന്നതല്ലേ. അയ്യോ, ഇവിടെ അതൊന്നുമല്ല വിഷയം. വാ പറയട്ടെ. വിശദമായി അറിയില്ല, എന്നാലും കഴിഞ്ഞ ദിവസം എന്റെ ഓഫീസിലും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അങ്ങനെ വരട്ടെ. അപ്പൊ നീയും അറിഞ്ഞു? കൊള്ളാം. ആളുകൾ സദാസമയവും ഇപ്പോൾ ഗൂഗിളിൽ തന്നെ അല്ലേ ചേച്ചി? പിന്നെ അറിയാതിരിക്കുമോ? ഇവിടെ ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. യുഎസിലൊക്കെ നേരത്തെ ഇറങ്ങിയെന്നാ കേട്ടത്. എന്തായാലും ഉടനെ തന്നെ ഒന്ന് അന്വേഷിച്ചു തരണം. എന്താ? കൊള്ളാം, ഞാൻ ഏറ്റു. നീ ആ സൈറ്റ് അഡ്രസ്സ് എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യേ, ഞാനൊന്ന് നോക്കട്ടെ. ആ, പിന്നൊരു കാര്യം, തൽക്കാലം ഇത് മറ്റാരും അറിയണ്ട.
നമ്മൾ മാത്രം അറിഞ്ഞാ മതി കേട്ടോ. അത്രേ ഉള്ളൂ. സുധീഷേ, ആരെന്തു പറഞ്ഞാലും ശരി, ഞാൻ ഇതൊന്നും സമ്മതിക്കില്ല. കൊള്ളാം. അങ്ങനെ ആയാലെങ്ങനെ? ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്തണം, എന്നിട്ടാവാം. എന്താ? അച്ഛാ പ്ലീസ്, തടസ്സൊന്നും നിക്കല്ലേ. ഒരു നല്ല കാര്യല്ലേ അവള് പറയുന്നത്, ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. എന്ത് നല്ല കാര്യം? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? പറയുന്നതല്ല സമ്മതിച്ചു കൊടുത്ത് ഓ, കണ്ടില്ലേ, അവക്കാകെ വിഷമായി കാണും. ദേ നോക്കു സുധീഷേ, ഇത് പഴയ കാലമൊന്നല്ല. അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്താ പിന്നെ ഞാൻ... സാർ ഒന്ന് സമ്മതിക്കണം. ഏതായാലും നമ്മൾ അന്വേഷിച്ചിട്ടല്ലേ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. അതെ. ഓ, അത് ശരി. എന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഒരു കാര്യം, അതിനു മുമ്പ് എനിക്ക് ആ ENT ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യണം. അതെ, അത് വേണം. സാർ, അപ്പൊ ഞാൻ വരട്ടെ? ഞാനുമുണ്ട്. എനിക്ക് ഒരാളെ കാണാനുണ്ട്. എന്തായി? ഓ, വല്ല വിധത്തിലും ഒന്ന് സമ്മതിപ്പിച്ചു. കൊള്ളാം. എന്റെ മമ്മിയെ പിന്നെ എനിക്കറിയില്ലേ. പിന്നെ ഒരു കാര്യം, തൽക്കാലം നീ ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. ചുറ്റും അസൂയക്കാരാ. കൊള്ളാം, ഞാൻ പറയോ? പക്ഷെ എനിക്ക് എന്റെ മമ്മിയെ വിശ്വാസമില്ലാത്തത്. പോ അവിടുന്ന്. മനസ്സിലായില്ലേ? ഇത് മഹേഷ്. അതെ, ഞാൻ കമ്പനിയുടെ ടെക്നിക്കൽ അഡ്വൈസറാണ്. ഇരിക്കൂ, മമ്മിയെ വിളിക്കാം. സാറല്ലേ? ഇല്ല, പുറത്തു പോയിരിക്കുവാ. മമ്മി. ആഹാ, സുധീഷ്. ഇരിക്കൂ. ഇത് കമ്പനിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ, മനസ്സിലായി. ഡിവൈസിന്റെ കൊറിയർ കിട്ടിയോ? കിട്ടി, എടുക്കാം. എടുക്കാൻ വരട്ടെ ചേച്ചി. സാറ് പുറത്തു പോയിരിക്കുക. ഒരു കാര്യം ചെയ്യാം, വിളിച്ചിട്ട് സാർ ഉള്ളപ്പോ വരാം. അതല്ലേ ശരി? ഓ, അതൊന്നും കുഴപ്പമില്ല. മിക്കവാറും ഇപ്പൊ എത്തും. എനിക്കാണെങ്കിൽ ഇതേക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. അതുകൊണ്ടാ സുധീഷിനെ തന്നെ ഏർപ്പാട് ചെയ്തത്. ഇത് ഓപ്പൺ ചെയ്തിരുന്നോ? ഇല്ല, പുറത്തെ റാപ്പർ എടുത്തു കളഞ്ഞു. അത് കുഴപ്പമില്ല. ഇതാണ് മെയിൻ യൂണിറ്റ്. ഇപ്പോൾ ഒരു കോംബോ ഓഫറുണ്ട്. അതായത് 30 ദിവസത്തിനുള്ളിൽ ഒരാൾക്ക് കൂടി ഇൻസ്റ്റാൾ ചെയ്യാം, വിത്തൗട്ട് എനി അഡീഷണൽ ചാർജ്. ഓ, അതൊന്നും വേണ്ട. സമയം കളയണ്ട, വേഗം ഞാൻ ഇതാ വരുന്നു. ശരി, ആയിക്കോട്ടെ. കാര്യം നിസ്സാരം. ദേ ഇത് കണ്ടോ? ഇതിൽ നിന്നും ഒരു ചിപ്പ് ദേ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. 1 മണിക്കൂർ ചെറിയൊരു പ്രോസസ്സ്. അയ്യോ, ഒരു ചെറിയ ഫോർമാലിറ്റി കൂടെ ഉണ്ടല്ലോ. ഈ സമ്മതപത്രത്തിൽ ആരാ ഒപ്പിട്ട് തരുന്നത്? എന്തായി? അതെ ചേച്ചി, ചെറിയ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സാർ വന്നിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, സാറിനെ വിളിക്കൂ. അതെന്താ? ഈ സമ്മതപത്രത്തിൽ ആരെങ്കിലും ഒപ്പിട്ട് തരണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊക്കെ സാധാരണ ഓപ്പറേഷനോ മറ്റോ അല്ലേ വേണ്ടതുള്ളൂ. ഇതും അത്തരത്തിൽ പെടുത്താവുന്ന ഒരു തരം ഓപ്പറേഷൻ തന്നെ അല്ലേ മാഡം? എന്താ? അല്ല, അതെ, എന്താ മാഡത്തിന് സംശയം വലുതുണ്ടോ? ഏയ്, അതൊന്നുമില്ല. എവിടെ ഒപ്പിടേണ്ടത്? തരൂ, ഞാൻ ഒപ്പിട്ട് തരാം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, എന്ത് കുഴപ്പം? ഇതൊക്കെ വെറും ഫോർമാലിറ്റികളല്ലേ മാഡം. മാഡം, കുറച്ച് വെള്ളം. ഇത് കഴിച്ചോളൂ. ചിലപ്പോൾ ചെറിയ ഒരു വോമിറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാനാ. പേടിയൊന്നുമില്ലല്ലോ?
ഓക്കെ. ഇനി ഏകദേശം 1 മണിക്കൂർ. അതുവരെ ആരും ശല്യപ്പെടുത്താൻ പാടില്ല. ഷാൽ ഐ സ്റ്റാർട്ട്? എന്താ? അല്ല, മോളിപ്പോ ഏയ്, ചെറിയ ഒരു ഫോർമാറ്റിംഗ് പ്രോസസ്, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ സാധാരണ നമ്മൾ പുതിയ കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു രീതി, അത്രേ ഉള്ളൂ. അതായത് ഇവിടെ പഴയ ഡാറ്റ മാറ്റി പുതിയത് ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. കമ്പ്യൂട്ടറിൽ ഇതിനെ ഡീഫ്രാഗ്മെന്റേഷൻ എന്നോ മറ്റോ പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറും വലിയൊരു കമ്പ്യൂട്ടറല്ലേ? ഇതാ കഴിയാറായി. യെസ്, നൗ ഷീ ഈസ് ആൾമോസ്റ്റ് ക്ലീൻ, എംപ്റ്റി. ചേച്ചി, ആ കസേരയിലേക്ക് ഇരിക്കൂ. അതെ, അതാ നല്ലത്. ഇനിയാണ് ഡാറ്റ ഒന്നൊന്നായി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിന് ഒരു അരമണിക്കൂർ കൂടി, അത്രമാത്രം. ഒന്ന് വേഗാവട്ടെ, സമയം പോകുന്നു. കൊള്ളാം. അതെങ്ങനെ പറ്റും മാഡം? അക്കാര്യമല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ശരി, എന്തെങ്കിലും ആവട്ടെ. എന്താ നോക്കുന്നത്? എന്താ മാഡം, ഇത് ഓപ്പൺ ചെയ്തില്ലെന്നല്ലേ പറഞ്ഞത്? അതെ. ഇതിന്റെ റാപ്പർ എവിടെ? കളഞ്ഞോ? അത് മോളാ തുറന്നത്. കളഞ്ഞു കാണും. അതെന്തിനാ? എന്താ മഹേഷ്? ചെറിയ ഒരു കവർ കാണാനുണ്ടായിരുന്നു. അതിലൊരു പാസ്വേഡ് ഉണ്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പ് ലോഡ് ചെയ്യാൻ ആ നമ്പർ വേണം. അവളോട് തന്നെ ചോദിക്കാം. കൊള്ളാം. അതെങ്ങനെ? ഷീ ഈസ് ഔട്ട് ഓഫ് മെമ്മറി നൗ. മൈ ഗോഡ്. ഒന്ന് സമാധാനമായിരിക്കെ. ഡോണ്ട് വറി, ഒന്ന് നോക്കട്ടെ. എന്തായാലും കണ്ടെത്തിയല്ലേ പറ്റൂ. ഒന്ന് വേഗം വേണം. അതെ, ഒരു കാര്യം ചെയ്യാം. തൽക്കാലം നമുക്ക് ബാക്കിയെല്ലാം പിന്നീടാവാം. നിങ്ങൾ അവളെ വിളിക്കേ. അതെങ്ങനെ? അത് പറ്റില്ല. അതിനും ആ പാസ്വേഡ് വേണ്ടേ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? അയ്യോ, ഓ ഗോഡ്, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് നൗ. ചേച്ചി സമാധാനപ്പെടും. ഇപ്പൊ ശരിയാകും. അയ്യോ ചേട്ടാ, ലീസി. എന്താ പറ്റി അവൾക്ക്? അയ്യോ ചേട്ടാ, അവള് മിണ്ടുന്നില്ല. എന്താ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ സുധീഷ്? അത് മാഡം, ഓ മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? നല്ല ആളാ. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, 2 മൊബൈലിലും മാറി മാറി. എന്താ ഫോൺ എടുക്കാത്തത്? മായ മോൾക്ക്. അയ്യോ, എന്തു പറ്റി അവൾക്ക്? നമുക്കൊരു ഡോക്ടറെ വിളിക്കാം. സാർ അല്പം സമാധാനപ്പെടണം. ഞാനൊന്ന് പറയട്ടെ. എന്തു പറയാൻ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. എന്ത് കേൾക്കാനാണ് സാർ? ഞാനല്ലേ പറയുന്നത്. ചതിച്ചോടാ. അവനെവിടെ? വിളിക്കവനെ. ആരെയാ നീ എന്തൊക്കെയായി പറയുന്നത്? സാറെങ്കിലും അല്പം സമാധാനപ്പെടണം. ഏതായാലും അല്പം ക്ഷമിച്ചേ പറ്റൂ. നീ കാര്യം പറ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പോലീസിൽ അറിയിക്കും. അപ്പോഴകത്താവുന്നത് ചേച്ചിയായിരിക്കും. സുധീഷ്, നീ എന്താ പറഞ്ഞേ?
ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുത്തത് ഓർമ്മയുണ്ടോ? ഞാൻ എത്ര തവണ പറഞ്ഞു സാർ വന്നിട്ട് മതി എല്ലാമെന്ന്. എന്തൊരു തിരക്കായിരുന്നു. എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പൊ എന്നെ പഴിക്കുന്നു. സതീഷെ, രക്ഷിക്കണം. എന്റെ മോള്, അവളെ എനിക്ക് വേണം. ശരി, ഇനിയെങ്കിലും ചേച്ചി അല്പം ഒന്ന് ക്ഷമിക്കണം. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. വേണ്ട സുധീഷേ, അത് ഞാൻ തന്നെ പറയാം. ഇനി എന്നോടൊന്ന് പറഞ്ഞേ, നീ മോളുടെ തലയിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്തെന്നാ പറഞ്ഞത്? ഓ, സൂപ്പർ ബ്രെയിൻ പവർ. ചേട്ടാ, അത് എടോ, ലോകത്ത് ഇന്നേ വരെയായി ഇത്തരം ഒരു കണ്ടുപിടുത്തം ആരും നടത്തിയിട്ടില്ല. ഇനിയൊട്ട് കണ്ടുപിടിക്കാനും പോകുന്നില്ല. ലാഭക്കൊതി മൂത്തവർ തട്ടിക്കൂട്ടിയ ആ ആപ്പിൽ മകൾ വീണുപോയി. നീയും. ചേട്ടാ, മനുഷ്യ മനസ്സിന് വിലയിടാൻ ലോകത്തിന്നേ വരെ ഒരു ശാസ്ത്രവും വളർന്നിട്ടില്ല. ചേച്ചി, ലിസി അവൾ മിടുക്കിയാണ്. അവൾ പഠിക്കട്ടെ. ആരോടായി മത്സരം? ആർക്ക് വേണ്ടിയാ? ചേട്ടാ, നീ എന്നാലും സുധീഷ്, അവൾ എന്റെ മോൾ ലിസി. ചേച്ചി പേടിക്കണ്ട, അവൾ ഇപ്പോൾ ഉണരും. ചെറിയൊരു മയക്കം, അത്രേ ഉള്ളൂ. അതിനുള്ള ഒരു ചെറിയ ഗുളിയെ അയാൾ കൊടുത്തത്. സംശയമുണ്ടെങ്കിൽ ചേച്ചി അവളെ വിളിച്ചു നോക്ക്. മോളെ ലിസി, ലിസി, ലിസി. മമ്മി, എന്താ എല്ലാവരും? സോറി അച്ഛാ, ഞാൻ അല്പം മയങ്ങിപ്പോയി. മാഡം, എല്ലാം ഓക്കെ അല്ലേ? ചേച്ചി, എന്റെ ഓഫീസിലെ മഹേഷ് ബഹുമിടുക്കനാ. ശൂന്യതയിൽ നിന്ന് ഭസ്മമൊക്കെ സൃഷ്ടിച്ചു കളയും കേട്ടോ. താങ്ക് യു സുധീഷ്. മായ, വണ്ടർഫുൾ ഡ്രാമ ഫോർ മീ. അപ്പോൾ അടുത്ത ഭാഗം നമുക്കല്പം കാപ്പി കുടിച്ചിട്ടായാലോ? ആ മോളെ, ആ മൊബൈൽ നേരത്തെ എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? വേണ്ട, ഇനിയെല്ലാം ഞങ്ങൾ തന്നെ. അതെ അച്ഛാ, ഇനിയെല്ലാം ഞങ്ങൾ തന്നെ.